നമ്മളെ ചെടികളുടെ ഇടയിലൊക്കെ ഇങ്ങനെ ഓരോ പുല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനൊക്കെ ഉണ്ട്. മുറ്റത്തും കുറച്ചൊക്കെ പുല്ലുണ്ട്. അതൊക്കെ പിന്നെ ഞങ്ങൾ പറിച്ചെടുത്ത് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ചെടികളൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്, വൃത്തിയാക്കി വെക്കാനുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല വെയിലാണ് കേട്ടോ. മഴ ഇങ്ങനെ വരുമെങ്കിലും മഴ പെയ്യലില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ പുറത്തുള്ള പണികളൊക്കെ ചെയ്യാനൊക്കെ പറ്റിയ സമയമാണ്. നമ്മളെ കിണറാണ് കേട്ടോ ഇത്. മാഷാള്ള കിണറിലൊക്കെ നല്ല വെള്ളമുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടുത്തെ കിണറുകളൊക്കെ വട്ടം കുറവായിരിക്കും കേട്ടോ. നമ്മളെ മുറ്റത്ത് ഇതേപോലെ മാവൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. മാങ്ങ ഉണ്ടാവലുണ്ട്. മുറ്റത്തിന് തന്നെ നല്ലൊരു തണലും. അപ്പോൾ മുറ്റമൊക്കെ പുല്ലൊക്കെ പറിച്ചതിന് മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അത്. നമ്മളിവിടെ ഒരു നല്ല ഭംഗിയുള്ളൊരു മുളയായിരുന്നു കേട്ടോ. അതിപ്പോൾ കാക്ക വെട്ടിയിട്ടുണ്ട്. ഇനി അത് അങ്ങനെ ഉണ്ടായിക്കോളും. ഞാൻ ഇന്നലെ ഒരു ചട്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാഞ്ഞിരത്ത് പോയപ്പോൾ പപ്പടം പൊരിക്കാനും തൂമിക്കാനും ഒക്കെ ചെറിയൊരു ചട്ടി. നമ്മൾ റാക്കിൻ്റെ മുകളിൽ നിന്ന് എടുത്തൊരു പാത്രമാണ് കേട്ടോ. ഇനി കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മുകളിൽ നിന്ന് എടുത്തതാണ്. ഇവിടെ പിന്നെ മാഷാള്ള കാക്ക കൊടുക്കുന്ന ഒരുപാട് പാത്രങ്ങളുണ്ട് കേട്ടോ. പാത്രങ്ങളുടെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ട ഇൻഷാല്ല മെല്ലെ കണ്ട്. അപ്പോൾ അത് ആ പഴമൊക്കെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നമുക്കിന്ന് പഴം പുഴുങ്ങിയതും പിന്നെ കട്ടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി അതാണ് കഴിച്ചത്. കട്ടിയപ്പം എനിക്ക് കാക്ക ഉണ്ടാക്കാൻ വേണ്ടി പഠിപ്പിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഇൻഷാല്ല ഞാൻ കാണിച്ചു തരുന്നുണ്ട്. മൈദ, തേങ്ങ, ചെറിയുള്ളി, ചെറിയ ജീരകം, റവ, അരിപ്പൊടിയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇന്നലത്തെ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞു. ഇന്ന് നേരം വെളുത്തപ്പോൾ പിന്നെ നമ്മൾ നടക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയൊക്കെ കയറി കുടിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ അവിടുന്ന് ദോശയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാക്ക എന്നോട് എപ്പോഴും ദോശ കഴിച്ചു. പിന്നെ അവിടെ അധികം തിരക്കൊന്നും ഇല്ലാത്ത കടയാണ് കേട്ടോ അത്. അവിടെ ആ നാട്ടുകാർ മാത്രം പോണൊരു കടയാണ് കേട്ടോ അത്. കാരണം ഒരു ഗ്രാമമാണല്ലോ, ഒരു നാട്ടിൻ പുറത്തത്തെ ഒരു കടയാണ് കേട്ടോ അത്. അങ്ങനെ ഞാനൊരു ദോശ കഴിച്ചപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നിയിട്ട് അപ്പം ഞാൻ ഒരെണ്ണം കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. കാക്ക പിന്നെ 10 മണി ആയിട്ടുള്ളൂ കേട്ടോ ഫുഡൊക്കെ കഴിക്കുക രാവിലത്തെ. അതുകൊണ്ട് കാക്കക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ സുന്ദരേട്ടനെ. അവിടെ പലർക്ക് വീടിയും ഹോട്ടലും അങ്ങനെയാണ് കേട്ടോ. ഞാൻ ദോശ തിന്നുന്ന ടൈമിൽ കാക്ക എടുത്ത വീഡിയോസാണ് കേട്ടോ അത്. അപ്പോൾ ദോശ കഴിക്കൽ എന്താ കഴിയുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റൂട്ടിൽ അങ്ങനെ ബസ്സൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയിരിക്കുകയാണ് ബസ്സൊക്കെ ഓടാൻ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. അത്രയ്ക്ക് തന്നെ ഉള്ളൂ ഇന്നത്തെ.